എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നല്ല തിരക്കിലായിരുന്നു, ജോലിയുടെ തിരക്കുണ്ട്, അതുപോലെ തന്നെ ഒരു പുതിയൊരു സംരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരക്കോട് തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടിയുള്ള ഈ തിരക്കിനിടയിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാപ്പ് എടുത്തു. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഒരു തുടർച്ച ഉണ്ടാവണം. ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യുമ്പോഴേ അതിനൊരു ഗുണമുള്ളൂ, അല്ലേ? നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിനാണ്. അത് കൃത്യമായിട്ട് ആ കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഭക്ഷണ കാര്യത്തിൽ. നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നടന്നില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, മനസ്സിലുള്ള ചില ആശയങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നടന്നില്ല. ഏതായാലും ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് കൺസിസ്റ്റൻസിയെ കുറിച്ചല്ല. ഞാൻ 24-ൽ ഒരു പ്രോഗ്രാം കാണാനിടയായി. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വിഭാഗമായിട്ട് അതിന് തിരിയാണ്. ഈ രണ്ട് വിഭാഗത്തിലും സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഒരു വിഭാഗം പറയുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നത് കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കുറച്ച് എക്സ്പോസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നത് വലിയ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ലൈംഗികാതിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി അതിൽ കാരണമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ മറുഭാഗം പറയുന്നത് ഏത് വസ്ത്രവും നമുക്ക് ധരിക്കാം, അത് അങ്ങനെ ധരിച്ചു എന്ന് കരുതിയിട്ട് സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. അപ്പോൾ ഇതിനിടയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് നമുക്കറിയാം, ഏതൊരു ഡിബേറ്റും ഒരു കൺക്ലൂഷനിൽ എത്തുക എന്ന് പറയുന്നത് വലിയ പാടാണ്, അല്ലേ? അത് ഒരു ഒത്തുതീർപ്പിൽ എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ഏത് വിഷയവും ഒരു ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനിടയിൽ ഒരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു കൺക്ലൂഷനിലൊന്നും എത്താൻ പറ്റിയില്ല. ഓരോരുത്തരും അവരവരുടെ ന്യായം പറഞ്ഞങ്ങ് കടന്നുപോയി. ഇതിനിടയിൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ശരിക്കും ഇതിലേതാണ് ശരിയെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് വലിയ ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ജനറ്റിക്കായിട്ട് തന്നെ ഒരു കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൽ വലിയ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാവേണ്ടതില്ല. എനിക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം ജീവിതത്തിൽ അവർക്കുണ്ട്. അവർക്കത് ഉപയോഗപ്പെടുത്താം എന്ന് തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് കുറച്ച് ആളുകളെങ്കിലും ഈ വർത്തമാന കാലത്തിൽ നമ്മുടെ ലോകം എത്തി നിൽക്കുമ്പോൾ, ഈ നിമിഷത്തിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഭൂരിഭാഗം ആളുകളും തീർച്ചയായിട്ടും വസ്ത്രധാരണത്തിന് അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണമെന്ന ആശയത്തിൽ മുൻനിർത്തി ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ കുറച്ച് ആളുകൾ ഇതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്, പരമ്പരാഗതമായിട്ട് ഓരോ നാടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരമാണ്, അല്ലെ? ആ സംസ്കാരത്തെ മുറുകെ പിടിച്ച് അതാണ് ഏറ്റവും വലിയ ശരി, അതിൽ നിന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന പരമ്പരാഗത ശൈലിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പുതിയ ആശയങ്ങൾ, പുതിയ രീതികൾ, പുതിയ സമീപനങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ നിലപാടുകൾ കയറി വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവരുടെ മനസ്സിന്. അതാണ് ഒന്നാമത്തെ പ്രശ്നം, അല്ലേ? നമ്മുടെ ഈ നാട്ടുപുറങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ധരിച്ച് നടക്കുന്നതായിട്ട് നിങ്ങൾ കാണില്ല. മറിച്ച് ടൗൺ ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ലോകത്തെ കുറെ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ലോകത്തിന്റെ വളർച്ചയുമായി താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ പഴയ ആളുകൾ അങ്ങനെയല്ല. പഴയ ആളുകൾ ചെറിയൊരു സർക്കിളിനുള്ളിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരവരുടെ ഗ്രാമം, അവരവരുടെ ജില്ല, അവരവരുടെ സംസ്ഥാനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം ജില്ലയ്ക്കപ്പുറം പോകാതെ ആളുകളുണ്ട് നമ്മുടെ നാട്ടില്.
ഞാനൊരു യാത്ര പോകുന്ന കാര്യമല്ല പറഞ്ഞു കേട്ടോ, ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതം തൊട്ടറിയാൻ കഴിയുന്ന രീതിയിൽ കുറച്ചു കാലം എവിടെയെങ്കിലും ജീവിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ സ്വന്തം നാടോ ജില്ലയോ സംസ്ഥാനമോ വിട്ടുപോകാതെ എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്, അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതായിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ ആശയങ്ങളെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ ചിന്തിക്കുന്നത് നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന കാഴ്ചപ്പാടായിരിക്കും. പക്ഷേ തൻ്റെ അവസരങ്ങളെ, തൻ്റെ സാധ്യതകളെ, തൻ്റെ ചുറ്റുപാടുകളെ ലോകമായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റും. അവര് അത് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് പല ആളുകളെയും സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾക്ക് പറയുന്നത് അവരൊക്കെ പരിഷ്കാരികളാണെന്ന്. അങ്ങനെയല്ല. നമ്മൾ ഒരു നാട്ടിൻപുറത്തുകാരനായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്ന് കരുതുക. പക്ഷേ നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ സാധ്യതകൾ എന്നൊക്കെ പറയുന്നത് ആ നാട്ടിൻപുറത്തെ ആ ചുറ്റുപാടുകളുമായിട്ട്, ആ ചെറിയ സർക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നമ്മുടെ അവസരങ്ങൾ കിടക്കുന്നത്. നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടല്ല, നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടില്ല. അവിടെയാണ് പുതിയ കുട്ടികൾ മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരെ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിലൊരു ചെറിയൊരു സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ജോലിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് കടന്നു പോകുന്ന ആളുകളല്ല പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. അവർ പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ അവസരങ്ങളും സാധ്യതകളും അവർ തേടുന്നത് സ്വന്തം നാടിന് പുറത്താണ്. സ്വന്തം ജില്ലയ്ക്കും സ്വന്തം സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്ത് ഈ ലോകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലെ അവസരങ്ങളെ തനിക്കുമുള്ളതാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ കുട്ടികളാണ് പുതിയ കുട്ടികൾ. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ലോകത്തിന്റെ മാറ്റങ്ങൾ. ഈ ലോകത്തെ ജീവിതങ്ങൾ തൊട്ടറിയാൻ അവർക്ക് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അവരതൊക്കെയാണ് കണ്ടുപഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഈ ലോകത്തിന്റെ വ്യത്യസ്തതകളെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ അവരെ ശ്രമം നടത്തും സ്വാഭാവികമായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്കാരം എന്ന് പറയുന്നത്, നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്, അത് കാലത്തെ അതിജീവിക്കാതെ ഒന്നല്ല. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. പണ്ട് നമ്മുടെ ഓർമ്മകളിൽ പോലുമില്ല, നമ്മുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ സ്കൂളിൽ പോയത് പാവാടയും ബ്ലൗസും സാരിയൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടാവുക. എന്നാൽ പുതിയ കുട്ടികൾ അങ്ങനെയാണോ? കാലത്തിനനുസരിച്ചിട്ട് അവർ മാറി. അവർക്ക് മാറിയേ പറ്റൂ. പണ്ട് നടന്നിട്ടൊക്കെ സ്കൂളിൽ പോയിട്ടുള്ള കുട്ടികളാണ്, ഇന്നങ്ങനെയല്ല. ഇന്ന് ബസ്സിലും ട്രെയിനിലും അങ്ങനെയൊക്കെയാണ്. അവർ ദൂര യാത്രയൊക്കെ ചെയ്തിട്ടാണ് അവരുടെ വിദ്യാഭ്യാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ യാത്രയിലൊക്കെ അവർക്ക് ഏറ്റവും എളുപ്പം ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് യാത്ര ചെയ്യാനാണ് അവർക്ക് സൗകര്യം. അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ പാവാടിയും ബ്ലൗസുമാണ് ഇട്ടത്, ഇന്നും ആ പാരമ്പര്യം തുടരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സംഭവിച്ചത്? ഈ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളുകൾ തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, ഈ ലോകം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ച് അതിനെ ഒബ്സർവ് ചെയ്ത ആളുകളാണ്. പുതിയ തലമുറയൊക്കെ ഈ ലോകത്തിന്റെ മാറ്റങ്ങളെയാണ് ഉൾക്കൊള്ളാൻ ശീലിക്കുന്നത്, അല്ലാതെ നമ്മുടെ നാടിന്റെ മാറ്റങ്ങളെയല്ല. അവിടെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിന്റെ, ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെയാണ് ഉണ്ടാവുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാടിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന കുട്ടികൾ ഇന്ന് ലോകത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വളരാൻ ശീലിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ പുതിയ വർത്തമാനകാലത്ത് വളർന്ന് പന്തലിച്ച സാങ്കേതിക വിദ്യകളൊക്കെ അത്രക്കേറെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണം മോശമാണെന്ന് പറയാനും ഇവിടെ ആളുണ്ട് എന്ന് വളരെ ദൗർഭാഗ്യകരമായിട്ട് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. വസ്ത്രധാരണമായാലും ഭക്ഷണ രീതി ആയാലും നമ്മുടെ മറ്റിഷ്ടങ്ങളായാലും അത് അവനവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുക. അല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് കരുതി കുറ്റം പറയുന്ന സമീപനം, അത് ഒരു വ്യക്തിയുടെ ഇടുങ്ങിയ മാനസിക ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. ഒന്നുകൂടി പറയാം, ജീവിതം ഒരു കൊച്ചു യാത്രയാണ്. ആ ചെറിയ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദിവസവും നമുക്ക് തിരിച്ചു കിട്ടില്ല. അവിടെ നമുക്ക് കാലം തരുന്ന ഓരോ ദിവസത്തെയും
നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന ബോധത്തോടു കൂടി അതിനെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ അതിനനുവദിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ മനസ്സ് കുറെ കൂടി വിശാലമായ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ പറയുന്ന എനിക്കും ഭാര്യയുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മറ്റ് പ്രിയപ്പെട്ടവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവരുടെയൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഒരിക്കലും ഹനിക്കപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളിൽ ആർക്കെങ്കിലും അതിന് എതിരഭിപ്രായമുണ്ടെങ്കിൽ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുക എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. കാണാം മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. താങ്ക് യു.